ജ്യോതിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന ഒരു രാജയോഗമാണ് ബുധാദിത്യ രാജയോഗം. ബുധനും സൂര്യനും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു. എന്താണ് ബുധാദിത്യ രാജയോഗം? സൂര്യൻ ആത്മാവിനെയും അധികാരത്തെയും സൂചിപ്പിക്കുമ്പോൾ ബുധൻ ബുദ്ധിയെയും വിവേകത്തെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സംഗമിക്കുമ്പോൾ വ്യക്തിക്ക് അസാമാന്യമായ ബുദ്ധിശക്തിയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും കൈവരുന്നു. ഇതിനെയാണ് ബുധാദിത്യ യോഗം എന്ന് വിളിക്കുന്നത്. ഗുണങ്ങൾ: മികച്ച സംസാരശേഷി, ബിസിനസ്സിൽ വിജയം, ഭരണാധികാരം, വിദ്യാഭ്യാസത്തിൽ പുരോഗതി എന്നിവ ഈ യോഗത്തിന്റെ ഫലമായി ലഭിക്കുന്നു. ഏത് രാശിക്കാർക്കാണ് ഇപ്പോൾ ഗുണം ലഭിക്കുക? നിലവിൽ 2026 മാർച്ചിൽ ഗ്രഹനില അനുസരിച്ച് മീനം രാശിയിലാണ് ബുധനും സൂര്യനും സംഗമിക്കുന്നത്. അതിനാൽ താഴെ പറയുന്ന രാശിക്കാർക്ക് ഈ സമയം ഏറെ ഗുണകരമാണ്. 1. മിഥുനം, ജമനായി. 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനം. ഈ യോഗം വരുന്നത് തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതിക്കും സ്ഥാനക്കയറ്റത്തിനും വഴിയൊരുക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. 2. കന്നി, വിർഗോ. 7ാം ഭാവത്തിൽ യോഗം വരുന്നത് ബിസിനസ് പങ്കാളിത്തങ്ങളിൽ ലാഭമുണ്ടാക്കാനും ദാമ്പത്യജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും സഹായിക്കും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. 3. ധനു, സജിറ്റേറിയസ്. 4ാം ഭാവത്തിൽ ഈ യോഗം സംഭവിക്കുന്നതുകൊണ്ട് വീട്, വാഹനം എന്നിവ വാങ്ങാൻ അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. 4. മീനം, പൈസസ്. നിങ്ങളുടെ സ്വന്തം രാശിയിൽ ലഗ്നത്തിൽ ഈ യോഗം വരുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും. ബുദ്ധിപരമായ തീരുമാനങ്ങൾ വിജയത്തിലെത്തും. ശ്രദ്ധിക്കേണ്ട കാര്യം: എല്ലാ ബുധാദിത്യ യോഗവും ഒരേപോലെ ഫലം നൽകണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ എത്രത്തോളം ബലമുള്ളവരാണ് എന്നതിനെയും സൂര്യനിൽ നിന്നും ബുധൻ എത്ര ഡിഗ്രി അകലെയാണ് എന്നതിനെയും ആശ്രയിച്ചിരിക്കും ഇതിന്റെ പൂർണ്ണഫലം. ബുധാദിത്യ രാജയോഗം നിലവിൽ മിഥുനം, കന്നി, ധനു, മീനം രാശികളിലായാണ് പ്രധാനമായും സ്വാധീനം ചെലുത്തുന്നത്. ഈ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പ്രത്യേക ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രധാനമായും നേട്ടമുണ്ടാകുന്ന നക്ഷത്രങ്ങൾ: പുണർദം, മിഥുനക്കൂറ്. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഉത്രം, കന്നിക്കൂറ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭമുണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. മൂലം, ധനുക്കൂറ്. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വാഹനമോ വീടോ വാങ്ങാനുള്ള യോഗം തെളിയുന്നു. ഉത്രട്ടാതി ആൻഡ് രേവതി, മീനക്കൂറ്. ഈ നക്ഷത്രക്കാർക്ക് വ്യക്തിത്വ വികാസവും സമൂഹത്തിൽ വലിയ ബഹുമാനവും ലഭിക്കും. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരും. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പൊതുവായ ഗുണങ്ങൾ: വിവരണം. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും. ധനയോഗം. പുതിയ വരുമാനമാർഗങ്ങൾ തുറക്കപ്പെടും. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. കരിയർ. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ പ്രതീക്ഷിക്കാം. പ്രശസ്തി. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാൻ: ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധനും സൂര്യനും നിൽക്കുന്ന ഭാവം, ഹൗസ്, ആ ഗ്രഹങ്ങളുടെ ബലം, സ്ട്രെങ്ത് എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ ഫലങ്ങൾ കൃത്യമായി അനുഭവപ്പെടുക. ഉദാഹരണത്തിന്, ബുധൻ മൗഢ്യത്തിൽ കമ്പസ്റ്റാണെങ്കിൽ യോഗത്തിന്റെ പൂർണ്ണഫലം ലഭിക്കില്ല. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്തുക.